ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹീറോയുടെ CD ഡീലക്സ് വണ്ടി. നമുക്ക് വയറിംഗ് ഒക്കെ മാറ്റിയ വണ്ടിയാണിത്. വയറിംഗ് എഞ്ചിൻ ഓയിലൊക്കെ മാറ്റി ഇഗ്നിഷൻ കോയിലൊക്കെ മാറ്റിയ വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ബ്രേക്കിൻ്റെ കേസ് ചെക്ക് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബ്രേക്കിൻ്റെ റാഡ് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് അയച്ചാണ്. അപ്പോൾ നിലവിൽ അയച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബ്രേക്ക് റാഡ് നമുക്ക് മാറ്റിയിടണം. അതേപോലെ തന്നെ ബ്രേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ബ്രേക്ക് റാഡ് നമ്മൾ മാറ്റുന്നുണ്ട്. റാഡ് 66 തന്നെ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉണ്ടല്ലോ ഈ ബാക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ ബ്രേക്ക് സൗണ്ട് ഉണ്ട്. അത് നമുക്ക് ഒന്നാമത് ഈ കിടക്കുന്ന ലൈൻഡർ കമ്പനി ലൈൻഡർ അല്ല, തന്നെയല്ല വലിയ പഴക്കമില്ല. പക്ഷേ പ്രോബ്ലം എന്താ വെച്ചാൽ ഈ ഹബിനകത്തുണ്ടല്ലോ ഇവിടെ ഒരു സ്റ്റെപ്പ് വീണുണ്ടാവും. കാരണം ലൈൻഡർ ഒരഞ്ഞൊരഞ്ഞ് ഇവിടെ സ്റ്റെപ്പ് പോലെ ആയേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്ക് ക്യാമൊക്കെ തിരിച്ചിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ ലൈൻഡർ തേണേൻ്റെ ഒപ്പം തന്നെ ഹബും തേഞ്ഞിട്ട് ഇവിടെ ഒരു സ്റ്റെപ്പ് പോലെ ആയേക്കാണ്, കുഴിഞ്ഞു പോയേക്കാണ് കേട്ടോ. അതാണ് ശരിക്കും അവസ്ഥ. അപ്പോൾ ബ്രേക്ക് ലൈൻഡർ മാറ്റിയിട്ടാലാണ് സൗണ്ട് മാറുള്ളൂ. പക്ഷേ ബ്രേക്ക് ലൈൻഡർ മാറ്റിയിട്ടാൽ പോലും ഈ ഒരു പ്രോബ്ലം ഉള്ളത് കൊണ്ട് കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും അത് ഒന്നുപോലെ ബ്രേക്ക് ഒരു കല്ലപ്പുള്ള രീതിയിൽ ബ്രേക്ക് വരും. അതല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ഇതേപോലെ തന്നെ സൗണ്ട് കാണിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ബ്രേക്ക് ലൈനർ പിടിക്കുന്ന ഒരയുന്ന ഹബ്ബ് കംപ്ലൈൻ്റ് ആണ്. അതാണ് അതിൻ്റെ മെയിൻ റീസൺ കേട്ടോ. ഇങ്ങനെ വന്ന കേസിൽ സാധാരണ ഹബ്ബ് ഇതേ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ ഔട്ടർ കമ്പനിക്ക് വന്ന മോഡൽ ഔട്ടർ, അതായത് ഡ്രമ്മ് സീറ്റ് ചെയ്ത് കയറ്റാണ് അതിൻ്റെ ഉള്ളിലേക്ക്. അത് ലേത്തി ചെയ്യുന്ന വർക്കാണ്. അതൊക്കെ നമുക്ക് താമസം വന്ന പണിയുമാണ്, അത്യാവശ്യം എമൗണ്ട് വന്ന കേസുമാണ്. അപ്പോൾ നമ്മൾ ഈ ബ്രേക്കിൻ്റെ കേസ് അഴിക്കാനായിട്ട് നോക്കുന്ന സമയത്തുണ്ടല്ലോ, ഈ ബാക്കിലേക്ക് വരുന്ന വീല് പിടിപ്പിക്കുന്ന ഈ സസ്പെൻഷൻ ആമുണ്ടല്ലോ, അതിൻ്റെ ഈ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഞാൻ വീല് അഴിക്കുമ്പോൾ ഇവിടെ ഒടിഞ്ഞിരിക്കുകയാണ് ഈ സൈഡ് കേട്ടോ. അപ്പോൾ നിലവിൽ ഒന്നുപോലെ നമുക്ക് മാറ്റി കളയണമെങ്കിൽ തന്നെ ഈ ഐറ്റം കിട്ടാനായിട്ട് ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വണ്ടിക്ക് വേണ്ടിയിട്ട് മാറ്റാൻ വേണ്ടി നോക്കിയിട്ട് ഒരുപാട് വൈകിയാണ് നിലവിൽ ഓർഡർ ചെയ്തിട്ട് കിട്ടിയത്. ഇതല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാവുന്ന തൽക്കാലം ബാക്കിയതൊക്കെ റെഡി ആക്കിയതിന് ശേഷം ഇതൊന്ന് കൊണ്ടുപോയിട്ട് വെൽഡ് ചെയ്തൊന്ന് ബലപ്പെടുത്താം. വിട്ടുപോകാത്ത രീതിയിൽ വെൽഡ് ചെയ്തൊന്ന് ബലപ്പെടുത്താം. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അങ്ങനെ ചെയ്യുമ്പോഴും ചെറിയൊരു അലൈൻമെൻറ്റ് വേരിയേഷൻസ് വരും. കാരണം എന്ന് വെച്ചാൽ മെറ്റൽ ചൂടാവുന്ന സമയത്ത് ചെറിയൊരു വളവ് കാണിക്കും. അത് ഇതിൻ്റെ കേസിലും വീല് സെറ്റ് ചെയ്താൽ പോലും വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. തൽക്കാലം വെൽഡിംഗ് എങ്കിലും ചെയ്തിട്ട് വേണം നമ്മൾ വണ്ടി ഉപയോഗിക്കാനായിട്ട്. ആ ഒരു അവസ്ഥയിലാണ് നിൽക്കണേ. ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അത് എത്ര ഷെയ്ക്ക് വെറുതെ ഒടിഞ്ഞ് ഈ ഒരു അവസ്ഥയിൽ ഷെയ്ക്ക് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ശരിക്കും ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ നമ്മൾ വീൽ അഴിക്കുന്ന സമയത്ത് ഇങ്ങനെ തട്ടിയെടുക്കുമ്പോൾ ഈ ഷെയ്ക്ക് കണ്ടായിട്ടാണ് നോക്കിയത്. അപ്പോൾ ഇവിടെ ഒടിഞ്ഞേക്കുന്ന സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി ക്ലിയർ ചെയ്തിട്ടാണ് നമുക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു മറ്റേ വയറിങ് ബാക്കി മാറ്റിയതിൻ്റെ അതും കൂടി ഉൾപ്പെടുത്തി ഈ വർക്കും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം. അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. തന്നെയല്ല ബാക്കിയത്തെ വർക്ക് കണ്ടിന്യൂ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മളത് വെൽഡിങ് വർക്ക്ഷോപ്പിലൊന്ന് കൊടുത്ത് അതൊന്ന് വെൽഡ് ചെയ്യേണ്ട ഒരു താമസം കൂടി നമുക്ക് വരും കേട്ടോ. വെൽഡ് ചെയ്തൊന്ന് ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ടച്ച് ചെയ്യാം. വെൽഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും നമുക്ക് കാണാനായിട്ട് പറ്റും, പുറത്ത് കാണും. അല്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും വെൽഡിങ് തന്നെയും ചെയ്യാതെ അത് ഉപയോഗിക്കുന്നത് മണ്ടത്തരാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേരെ. അപ്പോൾ അതിൻ്റെ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ്, ബ്രേക്ക് ലൈനർ മാറ്റിയിട്ടുള്ള എസ്റ്റിമേറ്റ് ഉണ്ടോ പറയണേ, അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് പറയാം. ഓക്കെ.